ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർഫോറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, മറ്റ് അസറ്റ് ക്ലാസ്സുകളിലും നിക്ഷേപിക്കുന്ന ഏതൊരു ഇൻവെസ്റ്ററുടെയും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാൻ കഴിയും. അതിലൊന്ന് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ എന്നൊരു കാറ്റഗറിയാണ്. അതായത് ഹൈ റിസ്ക് എടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ആളുകൾ ലോ റിസ്ക് എടുത്തിട്ട് ലോ റിട്ടേൺ മതി എന്ന് ചിന്തിക്കുന്ന, ഒരു മിനിമം റിട്ടേൺ ഒക്കെ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. മറ്റൊരു കാറ്റഗറി ഹൈ റിസ്ക് ലോ റിട്ടേൺ കാറ്റഗറിയാണ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റുകളിൽ പോയിട്ട് വളരെ ചെറിയ റിട്ടേൺ മാത്രം കിട്ടുന്ന തികച്ചും തെറ്റായ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. ഇനി ഏറ്റവും ബുദ്ധിപൂർവ്വം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് പറയുന്നത് ലോ റിസ്ക് ആൻഡ് ഹൈ റിട്ടേൺ ആണ്. വളരെ ചെറിയ റിസ്ക് എടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. അപ്പോൾ ഈ 4 ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയും നമുക്ക് എല്ലാ അസറ്റ് ക്ലാസ്സിലും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു പ്യുവർ ഈക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ നമുക്കറിയാം, പെന്നി സ്റ്റോക്കുകളിലും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഹൈ റിസ്ക് എടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ ലാർജ് ക്യാപ്പുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ലോ റിസ്ക് എടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ ശ്രമിക്കുന്നവരുണ്ട്. അതേപോലെ ലോ റിസ്ക് എടുത്തുകൊണ്ട് ലോ റിട്ടേണും ശ്രമിക്കുന്നവരുണ്ട്. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പെന്നി സ്റ്റോക്കുകൾ തന്നെ കൃത്യമായ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇല്ലാതെ ഹൈ റിസ്ക് എടുത്തുകൊണ്ട് ലോ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാറ്റഗറി അസറ്റ് ക്ലാസ്സുകളിലും നമുക്ക് കാണാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ ഉണ്ട്. ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും തീമാറ്റിക് റിസ്ക് കാറ്റഗറികളൊക്കെ അവിടെയും ഉണ്ട്. അതുപോലെ മറ്റൊരു അസറ്റ് ക്ലാസ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിൽ നോക്കുകയാണെങ്കിൽ അവിടെയും അത്തരത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ, ഇത്തേറിയം പോലെയുള്ള ഫണ്ടമെന്റൽസ് ഉള്ള ക്രിപ്റ്റോ കറൻസികളുണ്ട്. അതേപോലെ തന്നെ ടെറാ ലൂണ, ക്ലാസിക്, ഹെക്സ്, മെഗാ, പെപ്പെ എന്നൊക്കെ പറയുന്ന ഫണ്ടമെന്റലി വീക്ക് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി എന്ന് പറയുന്നത് ലോ റിസ്ക് എടുത്തുകൊണ്ട് ഹൈ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഈ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി, അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. അത് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന രീതിയിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈക്വിറ്റിയിൽ ഇത്ര പെർസെൻറ്റേജ് അലോക്കേഷൻ കൊടുക്കുന്നു, ഡെറ്റിൽ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് അലോക്കേഷൻ കൊടുക്കുന്നു. അതേപോലെ നമ്മൾ കുറച്ചൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറച്ചൊക്കെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈക്വിറ്റിയിലും ഡെറ്റിലും ഗോൾഡിലും ഒക്കെ ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അദ്ദേഹം അത് പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുകയും അതുപോലെ അവിടെ അസറ്റ് അലോക്കേഷൻ ഇടയ്ക്കിടെ റീബാലൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഒരു ഫണ്ട് മാനേജർക്ക് കഴിയുമെങ്കിൽ അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിന് മിനിമം മാർക്കറ്റ് നോളജ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള റീബാലൻസിങ്ങും ഇത്തരത്തിലുള്ള റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അലോക്കേഷൻസിനെ പറ്റിയും പഠനങ്ങൾ നടത്താനോ അതിന് സമയം ചെലവഴിക്കാനോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അലോക്കേഷൻസ് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഗോൾഡിന് നല്ല ഒരു മുന്നേറ്റം ഉണ്ടായതോടുകൂടി ഇപ്പോൾ ഈ ഒരു മേഖലയിലെ മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതൽ പോപ്പുലർ ആകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഹൈബ്രിഡ് കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടുകളെയാണ് നമ്മൾ മൾട്ടി അസറ്റ് അലോക്കേഷൻ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുമ്പേ തന്നെ നിലവിലുണ്ടെങ്കിലും അതിന് കൃത്യമായ ഒരു അലോക്കേഷൻ പെർസെൻറ്റേജ് ഒക്കെ സെബി നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തത് 2018-ലാണ്. അപ്പോൾ സെബിയുടെ ഒരു റെഗുലേഷൻ അനുസരിച്ചിട്ട് മൾട്ടി അസറ്റ് ഫണ്ട് അലോക്കേഷൻ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് AMCകൾ മിനിമം 3 അസറ്റ് ക്ലാസ്സുകളിലെങ്കിലും അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഈക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്, കമോഡിറ്റി. അപ്പോൾ അവിടെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ മിനിമം 10% ഈ ഒരു അസറ്റ് ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഗോൾഡിൽ 5%, ഈക്വിറ്റിയിൽ 90%, ഡെറ്റിൽ 5% അങ്ങനെ അനുവദിക്കപ്പെടുകയില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും മിനിമം 10% ഈ 3 അസറ്റ് ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഗോൾഡ് അല്ലാത്ത മറ്റ് അസറ്റ് ക്ലാസ്സുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് 5 കാറ്റഗറിയുള്ള അസറ്റ് ക്ലാസ്സുകളാണ് അവിടെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഡൊമസ്റ്റിക് ഈക്വിറ്റിയാണ്, സാധാരണ സ്റ്റോക്കുകൾ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഏത് സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ഡെറ്റിലാണ്. ഡെറ്റിൽ മിനിമം 10% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കണം. അവർ AAA റേറ്റഡ് ബോണ്ടുകളിൽ, ഗവൺമെൻറ് ബോണ്ടുകളിൽ, ഡിബഞ്ചറുകളിൽ, അത്തരത്തിലുള്ള പേപ്പറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെയും 10% മിനിമം അലോക്കേഷൻ വേണം. അതേപോലെ കമ്മോഡിറ്റീസിൽ ഗോൾഡും വരും, സിൽവറും വരും. അതേപോലെയുള്ള സാധ്യതയുള്ള മറ്റ് കമ്മോഡിറ്റികളൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അവിടെയും 10% ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധം ഉണ്ടായിരിക്കണം. ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് അസറ്റ് ക്ലാസ്സുകളായിട്ടുള്ള റീഡ്സ് പോലെയുള്ള ഇൻസ്ട്രുമെന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ഫോറിൻ ഇന്റർനാഷണൽ ഈക്വിറ്റികളിലും ഇൻവെസ്റ്റ് ചെയ്യാനും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പ്യുവർ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നിലവിലുള്ള മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ പരിശോധിച്ചാൽ ഏകദേശം 48ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ഈ കാറ്റഗറിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 16% വരെ റിട്ടേൺ ഇത് നൽകിയതായിട്ട് കാണാം. അപ്പോൾ അത് നിഫ്റ്റിയെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ 48ഓളം ഫണ്ടുകളിൽ നമ്മൾ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടുതലായിട്ടുള്ള ഫണ്ടുകളുടെ അനുസരിച്ച് ഇതിനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 9ഓളം ഫണ്ടുകൾ 5000 കോടിക്ക് മുകളിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ള ഫണ്ടുകളാണെന്ന് കാണാം. അപ്പോൾ അതിൽ ICICI പ്രൊഡൻഷ്യൽ ഉണ്ട്, അതുപോലെ SBIയുടെ മൾട്ടി അസറ്റ് ഉണ്ട്, കൊഡാക്കിൻ്റെതുണ്ട്, നിപ്പോൺ ഇന്ത്യ മൾട്ടി അസറ്റ് ഉണ്ട്, UTIയുടേതുണ്ട്, DSP മൾട്ടി അസറ്റ് ഉണ്ട്, HDFCയുടേതുണ്ട്, ആദിത്യ ബിർളയുടേതുണ്ട്, വൈറ്റോക്ക് ക്യാപിറ്റൽ ഉണ്ട്. ഇതൊക്കെ 5000 കോടിക്ക് മുകളിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ള ഫണ്ടുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ പലതും താരതമ്യേന പുതിയ ഫണ്ടുകളാണ്. പലതിനും 2 വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു 5 വർഷമെങ്കിലും ആയുസുള്ള അത്രയെങ്കിലും ഓൾഡ് ആയിട്ടുള്ള ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട ഫണ്ടുകളാണ് കാണാൻ കഴിയുക. ഒന്ന് ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട്, മറ്റൊന്ന് നിപ്പോൺ ഇന്ത്യ മൾട്ടി അസറ്റ് ഫണ്ട്, മറ്റൊന്ന് SBIയുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്, മറ്റൊന്ന് UTIയുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു റിട്ടേൺ നമ്മൾ ആനലൈസ്ഡ് റിട്ടേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ICICI പ്രൊഡൻഷ്യലാണ് ഏറ്റവും ഹൈ ആയിട്ട് കാണുന്നത്. 22% റിട്ടേൺ ഓരോ വർഷവും നൽകിയതായിട്ട് നമുക്ക് ഇതിൻ്റെ 5 ഇയർ റിട്ടേണിൽ കാണാൻ കഴിയും. അതേപോലെ നിപ്പോൺ ഇന്ത്യ 17% ആണെങ്കിൽ SBIയുടേത് 15%, UTIയുടേതും ഏകദേശം 15%. അപ്പോൾ ഈ രീതിയിൽ ആണ് ഇതിൻ്റെ റിട്ടേൺ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഒരു ആവറേജ് എടുക്കുമ്പോൾ കാണാൻ കഴിയുക. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു NAV എത്രമാത്രം ഉയരുകയും താഴുകയും ചെയ്യുന്നു എന്നതിൻ്റെ അതിൻ്റെ ആവറേജിൽ നിന്ന് എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്നത് പരിശോധിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് റേഷ്യോ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അത് ഏകദേശം 7 മുതൽ 11% വരെ നമുക്കൊരു ഹൈബ്രിഡ് അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിൽ നമുക്ക് അനുവദിക്കാം. എന്നാൽ അത് ഈക്വിറ്റി ഫണ്ടുകളിൽ 20 വരെയൊക്കെ പോകാറുണ്ട്. 15 മുതൽ 20% വരെയാണ് ആവറേജ് പ്യുവർ ഈക്വിറ്റി ഫണ്ടുകളിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 7 മുതൽ 11% വരെയാണ് അത് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 4 മ്യൂച്വൽ ഫണ്ടുകളിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും കുറവ് കാണുന്നത് ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടിലാണ്. അവിടെ 6.71 ആണ്, നിപ്പോണിൻ്റെത് 7.59 ആണ്, SBIയുടേത് 6.78 ആണ്, UTIയുടേത് 8.36 ആണ്. അപ്പോൾ നേരിയ ഒരു വേരിയേഷൻ മാത്രമേ ഈ 4 ഫണ്ടുകളിലുള്ളൂ. എങ്കിലും ഏറ്റവും കുറവ് കാണുന്നത് ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടിലാണ്. പക്ഷേ ഇത് വെൽ വിത്തിൻ ദ ആവറേജ് കാറ്റഗറിയിലാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. 7 to 11 എന്ന ആ ഒരു കാറ്റഗറിക്കുള്ളിലായിട്ട് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 ഫണ്ടുകളും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. ഇനി അടുത്ത ഒരു പാരാമീറ്ററാണ് ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ 1 യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് 1 യൂണിറ്റ് റിട്ടേൺ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ 1 ആണ് ആ ഷാർപ്പ് റേഷ്യോ. എന്നാൽ നമ്മൾ 1 യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ 2 യൂണിറ്റ് ഒക്കെ കിട്ടുമ്പോൾ അത് 1-ൽ കൂടുതലാവുകയാണ് നമ്മുടെ ഷാർപ്പ് റേഷ്യോ. അപ്പോൾ ഷാർപ്പ് റേഷ്യോ എത്ര കൂടുന്നോ അത്രക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്കിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ അവിടെ നൽകുന്നുണ്ട് എന്നാണ് ഷാർപ്പ് റേഷ്യോ സൂചിപ്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ 4 മ്യൂച്വൽ ഫണ്ടുകളിൽ ഷാർപ്പ് റേഷ്യോ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ICICI പ്രൊഡൻഷ്യലിൻ്റെ തന്നെയാണ്. 1.72 ആണ്. നിപ്പോൺ ഇന്ത്യയുടെ 1.57, SBIയുടേത് 1.47, UTIയുടേതും 1.47 ആണെന്ന് കാണാം. അപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിലില്ലെങ്കിലും മികച്ചു നിൽക്കുന്നത് ഇവിടെയും ICICIയുടേതാണെന്ന് കാണാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് ബീറ്റ എന്ന് പറയുന്നത്. മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ ഇത് എത്രമാത്രം താഴോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സുകൾ ഏകദേശം 10% താഴോട്ടേക്ക് പോകുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടും 10% താഴോട്ടേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ബീറ്റ വാല്യൂ 1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ അത്ര താഴോട്ടേക്ക് പോകാൻ പാടില്ല. അതാണ് ഏറ്റവും നല്ല ഫണ്ടുകൾ. അപ്പോൾ അവിടെ ബീറ്റ 1-ൽ താഴെയായിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ICICIയുടേത് 0.69 ആണ്, നിപ്പോണിൻ്റേത് 0.81 ആണ്, SBIയുടേത് 0.71 ആണ്, UTIയുടേത് 0.89 ആണ്. ഇവിടെയും ICICI കുറച്ച് മികച്ചു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റ് താഴുമ്പോൾ അത്രത്തോളം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് താഴുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു റേഷ്യോ ആണ് സോർട്ടിനോ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ നമുക്ക് ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ എത്രമാത്രം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നൽകുന്നുണ്ട് എന്നാണ് ഈ ഒരു സോർട്ടിനോ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നെഗറ്റീവ് റിട്ടേൺ എത്ര കുറച്ച് നൽകുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പൊതുവെ 1-ൽ കൂടുതൽ സോർട്ടിനോ റേഷ്യോ ഉള്ളത് നമ്മളൊരു നല്ല മ്യൂച്വൽ ഫണ്ടാണെന്ന് പറയാം. അത് 2-ൽ കൂടുതലാണെങ്കിൽ അതിലും നല്ലതാണ്. അപ്പോൾ ഇവിടെ
നമുക്ക് ഈ 4 ഫണ്ടുകളിലും അത് 2-ൽ കൂടുതലാണെന്ന് കാണാം. അതിൻ്റെ അർത്ഥം അത് വളരെ സ്ട്രോങ് ആണ്, കൂടാതെ വളരെ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം മാനേജ് ചെയ്യുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം മിനിമൈസ് ചെയ്തുകൊണ്ട് അവിടെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു റേഷ്യോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമുക്ക് കാണുകയും ICICIയുടെ 2.83-ഉം നിപ്പോണിൻ്റെ 2.49-ഉം SBIയുടെ 2.66-ഉം അതുപോലെ UTIയുടെ 2.07-ഉമാണ്. ഇവിടെയും ICICI മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട റേഷ്യോ ആയിട്ടുള്ള ആൽഫ, അത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിനേക്കാൾ എത്ര അധികം റിട്ടേൺ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര കൂടുതലാണെന്നോ അത്രക്കും നല്ലത്. ഇവിടെ നമുക്ക് ആൽഫ കാണുന്നത് ICICIയുടെ 6.03 ആണ്, നിപ്പോൺ ഇന്ത്യയുടെ 5.47-ഉം SBIയുടെ 4.35-ഉം UTIയുടെ 5.24-ഉമാണ്. ഇവിടെയും ഈ 4 ഫണ്ടുകളും മികച്ചു നിൽക്കുന്നതായിട്ട് കാണാം. എങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ICICI നിൽക്കുന്നതും കാണാം. ഇനി നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെറ്റ് ഈക്വിറ്റി അലോക്കേഷൻ എത്രമാത്രം ഉണ്ട് എന്നാണ് നോക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഈക്വിറ്റി ഇവിടെ ICICI 62% ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിപ്പോൺ അതേപോലെ 62% ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, SBI 43% ഇൻവെസ്റ്റ് ചെയ്യുന്നത്, UTI 64% ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡെറ്റിൽ ICICI 12%, നിപ്പോൺ 16%, SBI 36%, അതുപോലെ UTI 11% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈക്വിറ്റി അലോക്കേഷൻ കൂടുതലാകുമ്പോൾ അവിടെ നമുക്ക് ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈക്വിറ്റിയിലെ ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും മാത്രമാണ്. അതേസമയം ഡെറ്റിലുള്ള ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് ചാർജ് ചെയ്യുക, അത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളൊക്കെ ഈക്വിറ്റി അലോക്കേഷൻ കൂടുതലാകാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി ഈ 4 ഫണ്ടുകളുടെയും ടോപ്പ് 5 അലോക്കേഷൻ എവിടെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ICICI പ്രൊഡൻഷ്യലിൻ്റെ ടോപ്പ് 5 അലോക്കേഷനിൽ ഏറ്റവും അധികം കാണുന്നത് ICICIയുടെ തന്നെ ഗോൾഡ് ETF-ലാണ്, 4% കൂടുതലുണ്ട്. അതുപോലെ ICICI ബാങ്കിൽ ആണ് അടുത്തത്, അത് കഴിഞ്ഞ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്, മറ്റൊന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിലാണ്, മറ്റൊന്ന് HDFC ബാങ്കിലാണ്. ഇനി നിപ്പോൺ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും അധികം അലോക്കേഷൻ നടക്കുന്നത് ഗോൾഡ് ബീസിലാണ്, മറ്റൊന്ന് MCCI വേൾഡ് ETF-ലാണ്, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോണ്ടുകളിൽ, അത് കഴിഞ്ഞിട്ട് HDFC ബാങ്ക്, അത് കഴിഞ്ഞിട്ട് നിപ്പോൺ ഇന്ത്യ സിൽവർ ETF-ലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ SBIയുടെ മൾട്ടി അസറ്റ് അലോക്കേഷനിൽ ഏറ്റവും അധികം അലോക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോണ്ടുകളിലാണ്, അത് കഴിഞ്ഞിട്ട് SBI സിൽവർ ETF, അതുപോലെ SBIയുടെ തന്നെ ഗോൾഡ് ETF, അത് കഴിഞ്ഞിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ്, അതുപോലെ JTPM മെറ്റൽ ട്രേഡേഴ്സ് എന്നുള്ള ഇൻസ്ട്രുമെൻറ്റിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ UTIയുടെ ടോപ്പ് 5 അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ UTIയുടെ ഗോൾഡ് ETF-ലാണ് അവർ ഏറ്റവും അധികം അലോക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോണ്ടുകളിൽ, അത് കഴിഞ്ഞ് ഇൻഫോസിസ്, അത് കഴിഞ്ഞ് ITC, അത് കഴിഞ്ഞ് ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പോൾ ഈ രീതിയിലാണ് ടോപ്പ് അലോക്കേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ പരാമർശിച്ചുള്ള ഈ 4 ഫണ്ടുകൾ ലോങ് ടേം പെർഫോമൻസ് ആയാലും മറ്റ് മ്യൂച്വൽ ഫണ്ട് റേഷ്യോകളുടെ അടിസ്ഥാനത്തിലായാലും മികച്ചു നിൽക്കുന്ന ഫണ്ടുകളാണ്. ഇവിടെ ഏറ്റവും അധികം AUM ഉള്ളതും ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ളതും ICICIയുടെ മൾട്ടി അസറ്റ് ഫണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ടുകൊണ്ട് മാത്രം ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ഡിസിഷൻ എടുക്കുക. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.